അള്ളാഹുവേ, എൻ്റെ പ്രിയതമ ഉമ്മു സലമക്ക് എൻ്റെ മരണശേഷം എന്നേക്കാൾ നല്ല ഒരാളെ നീ ഇണയായി നൽകണമേ. അവർക്ക് ഒരു പ്രയാസവും നീ വരുത്തല്ല നാഥ. രോഗക്കിടക്കയിൽ കിടന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ നീങ്ങിയപ്പോൾ 4 മക്കളെയും ഭാര്യയെയും വിട്ട് അദ്ദേഹം കണ്ണടക്കുകയും ചെയ്തു. ഉമ്മു സലമയുടെ ജീവിതം ദുരിതമയമായി. മദീന നിവാസികളെല്ലാം അതിൽ സങ്കടപ്പെട്ടു. അറബികളുടെ വിധവ എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. ഉമ്മു സലമയെ ഭാര്യയാക്കാൻ അബൂബക്കറും ഉമറും താൽപ്പര്യം കാണിച്ചെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹാഭ്യർത്ഥന നടത്തി. റസൂലേ, യൗവനം ചോർന്ന സ്ത്രീയാണു ഞാൻ, പോരാത്തതിന് 4 മക്കളുടെ മാതാവും. താങ്കൾക്ക് 1-ലധികം ഭാര്യമാരുണ്ട്. എന്നിൽ പ്രാകൃതയായുള്ള അസഹിഷ്ണുത അങ്ങയുടെ ജീവിതത്തിൽ ദോഷമായി തീരും. ഉമ്മു സലമ ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നാൽ തിരുനബി അവരെ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹിജ്റ 4 ഷവ്വാലിൽ ഉമ്മു സലമയും ഉമ്മുൽ മുഅ്മിനീൻ പദവിയിലെത്തി. ഉമ്മു സലമ സുന്ദരിയായിരുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം 10 മുമ്പ് തന്നെ ആദ്യ ഭർത്താവ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദിൻ്റെ കൂടെ അവർ ഇസ്ലാമിലെത്തി. ഹിന്ദ് എന്നാണ് യഥാർത്ഥ പേര്. മകൻ സലമയിലേക്ക് ചേർത്തിയാണ് ഇരുവരും പിന്നീട് അറിയപ്പെട്ടത്. 2 ഹിജ്റകളിലും പങ്കെടുത്തു. മദീന ഹിജ്റ വേളയിൽ ഉമ്മു സലമക്കുണ്ടായത് കരളലിയിക്കുന്ന അനുഭവമായിരുന്നു. മകൻ സലമയെയും കൂട്ടി ഇരുവരും മദീനയിലേക്ക് യാത്രയായി. മക്കയുടെ അതിർത്തിയിൽ വെച്ച് മക്സൂം കുടുംബക്കാരെത്തി ഉമ്മു സലമയെയും മകനെയും പിടിച്ചുകൊണ്ടുപോയി. അബൂ സലമയെ വിടുകയും ചെയ്തു. എന്നാൽ അബൂ സലമയുടെ കുടുംബക്കാരായ അസദുകാരും വിട്ടില്ല. അവർ മക്സൂമുകളിൽ നിന്ന് സലമയെ പിടിച്ചു വാങ്ങി. പിടിവലിയിൽ കുഞ്ഞിൻ്റെ കൈയൊടിഞ്ഞു. അങ്ങനെ സലമയും അബൂ സലമയും ഉമ്മു സലമയും 3 ഇടങ്ങളിലായി. 1 വർഷത്തിന് ശേഷമാണ് തിരിച്ചു കിട്ടിയ മകനെയും കൊണ്ട് ഉമ്മു സലമ മദീനയിലെത്തി അബൂ സലമയോടൊപ്പം ചേരുന്നത്. സന്തുഷ്ട ദാമ്പത്യത്തിൽ പിന്നീട് ഉമർ, ദുർറ, സൈനബ് എന്നീ സന്താനങ്ങളും പിറന്നു. ഉഹുദിൽ വെച്ചേറ്റ മാരക മുറിവിനെ തുടർന്ന് അബൂ സലമ മരിക്കുന്നത്. തിരുനബി ഉമ്മു സലമയെയും മക്കളെയും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇസ്ലാമിലെ പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായി ഉമ്മു സലമ തിരുനബിയോടൊപ്പമുണ്ടായിരുന്നു. ഹിജ്റ 6 ഹുദൈബിയ സന്ധിക്കിടെ അനുചരരിൽ നിന്നും വേദനയേറിയ അനുഭവം ദൂതർക്കുണ്ടായി. സന്ധ്യാവസ്ഥകളിൽ രോഷം പ്രകടിപ്പിച്ച സ്വഹാബികളിൽ ചിലർ ഒരു വേള പ്രിയ നബിയെ അനുസരിക്കാൻ വരെ വൈമനസ്യം കാട്ടി. പ്രയാസം തോന്നിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടാരത്തിലെത്തി ഉമ്മു സലമയോട് വേദന പങ്കിട്ടു. ഉടനെ ഉമ്മു സലമ പരിഹാരം പറഞ്ഞു. അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുക, ആരോടും ഒന്നും മിണ്ടേണ്ട. ഒട്ടകത്തെ അറുക്കുകയും തലമുണ്ഡനം നടത്തുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്തു. തങ്ങളുടെ ചെയ്തിയിൽ ദുഃഖിതരായ സ്വഹാബികൾ വൈകാതെ പശ്ചാത്തപിച്ച് തിരുദൂതരോടൊപ്പം ചേർന്നു. ഖൈബർ, ഹവാസിൻ, സഖീഫ് യുദ്ധങ്ങൾ, മക്ക വിജയം, തായിഫ് ഉപരോധം, വിടവാങ്ങൽ ഹജ്ജ് എന്നിവയിലും ഉമ്മു സലമ ദൂതരെ അനുഗമിച്ചു. വിശ്വാസികളുടെ മാതാക്കളിൽ അവസാനം മരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. സംഭവകാല സാഹചര്യത്തിൽ ചരിത്രത്തിലിടം നേടിയ ഒരു മഹിളാരത്നത്തിൻ്റെ കഥ സ്മരിക്കുന്നത് സംഗതമാണെന്ന് കരുതുന്നു. ഉമ്മു സലമ എന്ന അപരനാമത്തിൽ വിശ്രുതയായ ഹിന്ദ് ബിൻത് ഉമയ്യത്ത് ബിനുൽ മുഗീറ റളിയല്ലാഹു അൻഹയുടെ കഥ. മക്സൂം ഗോത്രക്കാരിയായിരുന്നു അവർ. സാദുർ റാക്കിബ് എന്ന പേരിൽ അറിയപ്പെട്ട ഉമയ്യത്താണ് പിതാവ്. ആതിക ബിൻത് ആമിർ എന്നവർ മാതാവും. പ്രവാചകനുമായി അവർ കുടുംബബന്ധമുണ്ടായിരുന്നു. തൻ്റെ പിതൃവ്യ പുത്രനായ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ്
എന്ന അബൂ സലമയുമായിട്ടാണ് അവർ ആദ്യ വിവാഹം നടത്തിയത്. പ്രമുഖ സ്വഹാബിയാണ് അദ്ദേഹം. ഇസ്ലാമിക ചരിത്രത്തിൽ അനിതര സാധാരണമായ അനുഭവങ്ങളുടെയും ത്യാഗങ്ങളുടെയും ജ്വലിക്കുന്ന മാതൃകയാണ് അബൂ സലമ. പ്രവാചക തിരുമേനിയുടെ അമ്മായിയായ ബർറ ബിൻത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ എന്ന പദവി കൂടി അദ്ദേഹത്തിനുണ്ട്. അബ്സീനിയയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായും ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഇസ്ലാമിനോടും അതിൻ്റെ ആദർശത്തോടുമുള്ള അദമ്യമായ സ്നേഹവും ആദരവുമാണ് അബ്സീനിയൻ ഹിജ്റക്ക് ഉമ്മു സലമയെയും ഭർത്താവിനെയും പ്രേരിപ്പിച്ചത്. മക്കയിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾക്ക് ശമനം വന്നിട്ടുണ്ട് എന്ന വാർത്തയെ തുടർന്ന് ഉമ്മു സലമയും ഭർത്താവ് അബൂ സലമയും അബിസീനിയയിൽ നിന്ന് തിരികെ പോന്നു. പക്ഷേ ഖുറൈശികളുടെ മർദ്ദന പീഡനങ്ങൾ പൂർവോപരി ശക്തമായി തന്നെ തുടർന്നു. ആ അവസരത്തിലാണ് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നവരുടെ ഇസ്ലാമാശ്ലേഷണത്തെ സംബന്ധിച്ച് മഹദിയുടെ ഭർത്താവ് അബൂ സലമ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. തങ്ങൾക്ക് പറ്റിയ മണ്ണും തങ്ങളെ സഹായിക്കാൻ തയ്യാറായ ആളുകളും യസ്രിബിലുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രവാചകനെ സമീപിച്ച് യാത്രക്ക് അനുമതി തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകുകയും അദ്ദേഹം യാത്രക്ക് ഒരുങ്ങുകയും ചെയ്തു. അബൂ സലമ തൻ്റെ പ്രിയതമയായ ഉമ്മു സലമയോട് വിവരം പറഞ്ഞു. ഒരു പാലായനം കഴിഞ്ഞ് എത്തിയതേയുള്ളൂ. ഇപ്പോൾ ഇതാ മറ്റൊരു പാലായനം കൂടി മുന്നിൽ. സ്വന്തം നാടിനെയും വീടിനെയും കുടുംബക്കാരെയും വിട്ടുകൊണ്ടുള്ള അതിവിദൂരമായ യാത്ര. ഇനി ഒരിക്കൽ കൂടി മക്കയുടെ മണ്ണിൽ കാലുകുത്താനാകുമോ എന്നറിയില്ല. എന്തു പറയണം? മഹദി ഉമ്മു സലമ കൂടുതൽ ആലോചിച്ചില്ല. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏതു യാത്രയിലും അങ്ങയോടൊപ്പം ഈ ഞാനുമുണ്ടാകും. പോവുക. മദീനയിലേക്കുള്ള യാത്രയ്ക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ പറ്റി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു യാത്ര പോകാനുള്ള ഒട്ടകം തയ്യാറാക്കി. അദ്ദേഹം എന്നെയും കുഞ്ഞിനെയും ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി. ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അതിനിടയിലാണ് ബനു മിഗ്റ ഗോത്രത്തിലെ ചില ആളുകൾ ഞങ്ങളെ കാണുന്നത്. അവർ അബൂ സലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെയും കൂട്ടി നീ എവിടേക്ക് പോകുന്നു അബൂ സലമ? അദ്ദേഹം പറഞ്ഞു, മദീനയിലേക്ക്. അവർ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ എങ്ങോട്ടും പോകാം, പക്ഷേ ഇവരെയും കൂട്ടി നാടുവിടാൻ ഞങ്ങൾ നിന്നെ അനുവദിക്കില്ല. വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. സ്വന്തം ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കാതെ തടസ്സവുമായി നിൽക്കുന്ന തൻ്റെ കുടുംബക്കാരെ ഞാൻ നിർനിമേഷയായി നോക്കിയിരുന്നു. എന്തു ചെയ്യാൻ കഴിയും? തന്നെ അവർ തൻ്റെ പ്രിയതമ്മനോടൊപ്പം വിടില്ലെന്ന് തീർച്ച. അവർ അബൂ സലമയുടെ കയ്യിൽ നിന്നും ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചു വാങ്ങി. ഒട്ടകപ്പുറത്തു നിന്നും എന്നെ അവർ പിടിച്ചിറക്കി നടന്നു. അപ്പോഴേക്കും അബൂ സലമയുടെ കുടുംബക്കാരായ ബനു അബ്ദുൽ അസദ് അവിടെ എത്തിയിരുന്നു. ഈ രംഗം കണ്ട അവർ കോപാകുലരായി. അവർ പറഞ്ഞു, നിങ്ങൾ ഉമ്മു സലമയെ കൊണ്ടുപോകുന്നുവെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ, പക്ഷേ അബൂ സലമയുടേതാണ് അവരുടെ കയ്യിലെ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല. അതും പറഞ്ഞ് എൻ്റെ കയ്യിലെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ അവർ ശ്രമിച്ചു. എന്നാൽ ബനു മുഗീറക്കാർ കുട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സലമ എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കയ്യിൽ രണ്ട് വിഭാഗവും പിടിച്ച് വലിയായി. അന്യോന്യമുള്ള പിടിവലിയിൽ സലമയുടെ കൈക്കുഴ തെന്നിമാറി. ഇതെല്ലാം കണ്ണീരോടെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. അവസാനം ഭർത്താവിൻ്റെയും കുടുംബക്കാർ കുഞ്ഞിനെയും കൊണ്ട് നടന്നു നീങ്ങി. വേദനാജനകമായ അന്തരീക്ഷം. സ്വന്തം ഭർത്താവ് വിദൂര ദേശത്തേക്ക് ഏകാഗിയായി യാത്ര പോകുന്നു. വിരഹവേദനയിൽ അല്പമെങ്കിലും ആശ്വാസമാകുമായിരുന്ന തൻ്റെ പൊന്നോമന മകൻ തന്നിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആരാണ് കൂട്ടുതനിക്ക്? എന്നാകും ഇവരുമായുമൊക്കെയൊരു പുനർസംഗമം. എൻ്റെ കുടുംബക്കാരോടൊപ്പം കനൽ നിറഞ്ഞ മനസ്സുമായി ഞാൻ നടന്നു. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെയും നോക്കി അബൂ സലമ റളിയല്ലാഹു അൻഹു കൈവീശി നിൽപ്പുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ സഹായത്തിലും കാരുണ്യത്തിലും
അചഞ്ചലമായ പ്രതീക്ഷയുണ്ടായിരുന്നിട്ടായിരിക്കണം അബൂ സലമയുടെ മുഖം ശാന്തമായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് യാത്ര തിരിച്ചു. തുടർന്നുള്ള നാളുകളെക്കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നു: എന്നിൽ നിന്ന് എൻ്റെ ഭർത്താവും കുഞ്ഞും നിഷ്കരുണം വേർപ്പെടുത്തപ്പെട്ടു. കനത്ത ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. എല്ലാ പ്രഭാതത്തിലും അബുത്തഹത്തായവരയിൽ ചെന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ഞാൻ അകലങ്ങളിലേക്ക് നോക്കിയിരിക്കും. പക്ഷേ റബ്ബിൻ്റെ കാരുണ്യത്തിലുള്ള നിരാശ എന്നെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. ഏകദേശം 1 വർഷം കടന്നുപോയി. ആ ഇടക്കാണ് എൻ്റെ പിതൃവ്യൻ്റെ മകൻ എൻ്റെ ശോചനീയമായ അവസ്ഥ കാണുന്നത്. എന്നോട് അദ്ദേഹത്തിന് കരുണ തോന്നി. തീർച്ചയായും എൻ്റെ റബ്ബിൻ്റെ ഇടപെടലായാണ് ഞാൻ അതിനെ കാണുന്നത്. അദ്ദേഹം എൻ്റെ കുടുംബക്കാരെ സമീപിച്ചുകൊണ്ട് പറയുകയായി: നിങ്ങൾ എന്തിനാണ് ഈ പാവം പെണ്ണിനെ തടവറയിലെന്ന പോലെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ അവളെയും ഭർത്താവിനെയും തമ്മിൽ വേർപ്പെടുത്തി. പറക്കുമുറ്റാത്ത കുഞ്ഞിനെ പോലും അവളിൽ നിന്ന് നിങ്ങൾ പറിച്ചു മാറ്റി. എന്ത് ക്രൂരതയാണിത്? ഉമ്മു സലമ പറയുകയാണ്: എൻ്റെ പിതൃവ്യ പുത്രൻ്റെ വാക്കു കേട്ട് അലിവ് തോന്നിയ എൻ്റെ കുടുംബക്കാർ അവസാനം എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളൂ. ഇതറിഞ്ഞ ഭർത്ത കുടുംബക്കാർ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചേൽപ്പിച്ചു. എന്തെന്നില്ലാത്ത സന്തോഷം, അവാച്യമായ മാനസികാനന്ദം. എനിക്കെൻ്റെ പ്രിയതമനോടൊപ്പം ചെന്നു ചേരാൻ സർവശക്തനായ അള്ളാഹു അവസരമൊരുക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാ. പക്ഷേ സംഗതി അത്ര ലളിതമായിരുന്നില്ല. മദീനയിലേക്കാണ് യാത്ര. തൻ്റെ കൂടെ വരാൻ ഒരാളും സന്നദ്ധരല്ല. നീണ്ട വൈദൂരം, നടക്കും തോറും അകന്നു പോകുന്ന മരുഭൂമി. കൂടെ കരുതാൻ അധികം സാമഗ്രികളില്ല. കൂടെയുള്ളത് തൻ്റെ കൈക്കുഞ്ഞു മാത്രം. പക്ഷെ അവർക്ക് പോകണം. തൻ്റെ പ്രിയതമൻ ആദർശ ജീവിതം നയിക്കുന്ന മദീന മണ്ണിൽ അദ്ദേഹത്തോടൊപ്പം ചെന്നു ചേരണം. ആനന്ദം മുഴുവൻ അവിടെയാണ്. അതാണ് ലക്ഷ്യം. ഉമ്മു സലമ പറയുന്നു: കൂടെയുണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത് കയറി എൻ്റെ മകനെ മാറിടത്തിൽ ചേർത്തിരുത്തി മദീനയിലെ ലക്ഷ്യം വെച്ച് ഞാൻ യാത്ര തിരിച്ചു. ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. ഭർത്താവിൻ്റെ അരികിൽ സുരക്ഷിതമായി എത്തിക്കാൻ തനിക്കൊപ്പം ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയ സന്ദർഭം. അള്ളാഹു എന്നെ കൈവിട്ടില്ല. മക്കയോടടുത്തുള്ള തനഈമിലെത്തിയപ്പോൾ ബനു അബ്ദിദ്ദാർ ഗോത്രത്തിൻ്റെ സഹോദര ഗോത്രത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നെ കണ്ടുമുട്ടി. അബൂ ഉമയ്യയുടെ പുത്രി, എവിടേക്കാണ് നിങ്ങൾ ഒറ്റക്കുള്ള യാത്ര? ആകാംക്ഷയോടെ ഉസ്മാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മദീനയിലേക്കാണ്, എൻ്റെ പ്രിയതമൻ്റെ അരികിലേക്ക്. ഉസ്മാൻ ചോദിച്ചു, ആരുണ്ട് നിൻ്റെ കൂടെ? ഞാൻ പറഞ്ഞു, ആരുമില്ല, അള്ളാഹുവും പിന്നെ എൻ്റെ ഈ പൈതലും മാത്രം. ഉസ്മാൻ ആശ്ചര്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഇല്ല സഹോദരി, നിന്നെ ഞാൻ ഏകാഗിയായി വിടില്ല. ഞാനുമുണ്ടാകും നിന്റെ വഴികാട്ടിയായി. മുസ്ലിമായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് അന്ന് അമുസ്ലിമായിരുന്ന ഉസ്മാൻ ഇബ്നു തൽഹ തുണയായി മുന്നിൽ നടന്നു. അറബികൾ അങ്ങനെയാണ്. അവർ ആരൊരാൾക്ക് അഭയമേകിയോ അയാളുടെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ നൽകിയും അവർ നിലകൊള്ളും. ഉസ്മാൻ ഉമ്മു സലമയുടെ വാഹനത്തിൻ്റെ മൂക്കുകയർ പിടിച്ച് യാത്ര തുടർന്നു. അല്ലാഹു അക്ബർ. ഉസ്മാൻ ഇബ്നു ത്വൽഹയെ പറ്റി മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്മരിക്കാതെ പോയിട്ടില്ല. അവർ പറയുന്നു, അറബികളിൽ ഞാൻ കണ്ട ഏറ്റവും മാന്യനായ വ്യക്തി. എനിക്ക് വിശ്രമിക്കേണ്ട ഇടങ്ങളിൽ വാഹനം നിർത്തിയാൽ ഇറങ്ങാനായി എനിക്ക് സൗകര്യം ചെയ്തു തരും. ഒട്ടകത്തെ മരത്തിൽ കെട്ടിയിട്ട് ഉസ്മാൻ ദൂരേക്ക് നടന്നു മാറിയിരിക്കും. വിശ്രമാവശ്യങ്ങൾ കഴിഞ്ഞ് യാത്രക്കൊരുങ്ങിയാൽ ഞാൻ ഒട്ടകപ്പുറത്തേറി കാത്തു നിൽക്കും. അപ്പോൾ ഉസ്മാൻ വന്ന് ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ച് മുന്നിൽ നടക്കും. വിശ്രമം കഴിഞ്ഞ് വാഹനത്തിൽ കയറിയാൽ യാത്ര തുടങ്ങുകയല്ലേ എന്ന വാക്കല്ലാതെ മറ്റൊരു വർത്തമാനവും ഉസ്മാൻ എന്നോട് ഉരവിട്ടിരുന്നില്ല.
അവിശ്വാസിയായ ഒരു യുവാവ്, തനിച്ചു കിട്ടിയ ഒരു യുവതി. പക്ഷേ മൂന്നാമനായി തൻ്റെ ദാസിയുടെ സംരക്ഷകനായി അള്ളാഹു ഉണ്ടായിരുന്നു കൂടെ. ഖുർആൻ പറഞ്ഞത് എത്രമാത്രം സത്യം! അള്ളാഹുവിനെ നീ ഭരമേൽപ്പിക്കുക. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. നിങ്ങൾക്ക് രക്ഷകനായി അള്ളാഹു മതി. സഹായിയായും അള്ളാഹു തന്നെ മതി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തുടർന്നു, ഞങ്ങൾ മദീനക്കരികിലെത്തി. അങ്ങ് കുറച്ചകലെയായി ബനു അംർ ബിൻ ഔഫിൻ്റെ ഗോത്രം സ്ഥിതി ചെയ്യുന്ന കുബാ പ്രദേശം കാണാറായി. ഉസ്മാൻ ആ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരി, ഈ ഗ്രാമത്തിലാണ് നിന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉള്ളത്. അവിടേക്ക് പോയിക്കൊള്ളൂ. അതിന് അള്ളാഹു നിങ്ങൾക്ക് അവസരമേകട്ടെ. ഇതും പറഞ്ഞ് അയാൾ മക്കയിലേക്ക് തിരിച്ചു നടന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഖുബായിലെത്തി. തൻ്റെ പ്രിയതമനെ അന്വേഷിച്ചു കണ്ടെത്തി. വികാര നിർഭരമായ നിമിഷങ്ങൾ. പൊന്നുപുത്രൻ സലമയെ വാരിയെടുത്ത് കവിൾത്തടങ്ങളിൽ അബൂ സലമ മാറി മാറി ഉമ്മവെച്ചു. പ്രിയതമയുടെ കൈകൾ വാരിപ്പുണർന്ന് ആകാശത്തേക്ക് കണ്ണുകളുയർത്തി അള്ളാഹുവിന് സ്തുതി പറഞ്ഞു. തങ്ങളുടെ വേർപാടിനു ശേഷം തങ്ങൾ ഇരുവരും അനുഭവിച്ച മാനസിക വ്യതകൾ അവർ അന്യോന്യം പറഞ്ഞു. വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിനെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കിക്കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. വല്ലവനും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ലോക മുഅ്മിനീങ്ങളുടെ മാതാവാണവർ. പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും വേലിയേറ്റത്തിൽ പോലും അള്ളാഹുവിൻ്റെ ആദർശത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ നിലകൊണ്ട അനുപമ വിശ്വാസത്തിൻ്റെ ഉടമ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനും അവൻ്റെ സഹായം എത്ര വൈകിയാലും തനിക്കായി വന്നെത്തും എന്ന പ്രതീക്ഷ വെക്കാനും അസാമാന്യ മനക്കരുത്ത് കാണിച്ച മഹദി. അള്ളാഹു നമ്മോടൊപ്പമുണ്ടെന്ന് വെറുതെ പറയാനുള്ളതല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ്. ഇനിയുമുണ്ട് ഉമ്മു സലമയെ പറ്റി പറയാൻ. അവർ പ്രവാചക പത്നിയായ കഥ, അവർക്ക് പ്രവാചകന്റെ അടുത്തുണ്ടായിരുന്ന സ്ഥാനം, അവരുടെ ബുദ്ധികൂർമ്മതയുടെയും വിവേകപൂർണമായ നിലപാടുകളുടെയും ഉദാഹരണങ്ങൾ. ഹിജ്റ 61 യസീദ് ബിൻ മുആവിയയുടെ ഭരണകാലത്ത് തൻ്റെ 82ാമത്തെ വയസ്സിലാണ് മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിയുന്നത്. നബിയിൽ നിന്ന് 330 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. അള്ളാഹു അവരിൽ എല്ലാ അനുഗ്രഹങ്ങളും വർഷിപ്പിക്കുമാറാകട്ടെ.